എന്നൊക്കെ തിരക്കാനാണ് അവള് ധൃതി. അല്ല സണ്ണി, ഞാൻ ആകെ ടെൻഷനില്ല. പ്രേതം ഇതിനകത്തുണ്ടോ? അല്ലടാ, ഈ എന്റെ കുടുംബക്കാർ മൊത്തം ഒരു പ്രേതത്തെ ചൊല്ലി പേടിച്ചിരിക്കുകയാണ്. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവൂ സണ്ണി. ഞാൻ വന്നതല്ലേ ഉള്ളൂ. ആദ്യം ഇവിടുത്തെ കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഒന്ന് പഠിക്കട്ടെ. എവിടെ ബിവറേജ്, അല്ല എവിടെ കവറേജ്, ഈ ഫോണൊക്കെ ഒന്ന് വിളിക്കാനേ. അമ്മ, ഇനി നമ്മൾ ഒരു കാരണവശാലും പേടിക്കണ്ട. ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ സണ്ണി നോക്കിക്കോളും. ഇവരെന്നെ വീട്ടിൽ ഒരുക്കി കൊണ്ടുവന്നെയാണോ? സണ്ണി, എന്തായാലും നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക്. എന്റെ ബാഗ് എവിടെ? സണ്ണിയുടെ ബാഗ് അവിടെ കത്തുന്നു. സണ്ണി വേണ്ട, അങ്ങോട്ട് പോകണ്ട. എന്റെ ബാഗ് സണ്ണി വേണ്ട, തീരുണ്ട് അവിടെ. വീട് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ ബാഗ് ബാഗിൽ എനിക്ക് എന്റെ അമ്മ വന്നു വിട്ടു. അച്ഛപ്പോ ഒരു മുറുക്കും എന്റെ ഉണ്ണിയപ്പോ ഉണ്ടടാ. എന്റെ ഉണ്ണിയപ്പോ നാഗടന്ന് തീരില്ലേ? എന്താ പഴയ ബാറ്റ് വല്ലോണ്ട് രണ്ടെണ്ണം തരണേടാ. നിവർത്തിയില്ലടാ. സണ്ണി, ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ചെയ്യുന്നത് ആ പ്രേതമാണ്. എന്റെ അമ്മച്ചിയുടെ ജിമിക്കും കമ്മലും കട്ടുകൊണ്ടുപോയ എന്റെ അച്ഛനാണ്. എന്റെ അച്ഛന്റെ ബ്രാൻഡി കുപ്പി കുടിച്ചു തീർത്ത എന്റെ അമ്മച്ചിയാണ് സത്യം. ഇത് ചെയ്തവരെ ഞാൻ പൂട്ടും. മണിച്ചിത്രം പൂട്ടിട്ട് ഞാൻ പൂട്ടും. അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. പ്രിയമുള്ളവരെ, നാടകത്തിൽ വേഷമിടുന്നവരും കഥാപാത്രങ്ങളും: നകുലൻ ശർവശ്രീ, കഞ്ഞിത്തോട് രായൻ, രാമനാഥൻ, തൊളിക്കോട് ബൈജു, ഉണ്ണിത്താൻ, സത്യൻ കുണ്ടറ, തമ്പി തുമ്പമൺ ബിജു, ഡോക്ടർ സണ്ണി, അനിൽ ക്ലാപ്പിക്കര, നാഗവല്ലി, വടുതല വത്സല, ശ്രീദേവി, നടക്കുന്നം രമണി. പ്രിയമുള്ളവരെ, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടരുകയാണ്. അതിനു മുന്നോടിയായി ഒരു സന്തോഷ വാർത്ത. ഈ വരുന്ന ജൂൺ ആദ്യവാരം മുതൽ എന്റെ മോനെ സ്കൂളിൽ ചേർക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചു. ഹലോ, നമ്മുടെ ഒരു പരിചയപ്പെട്ടില്ല. എന്താ പേര്? ശ്രീദേവി. മൂദേവിയോ? മൂദേവിയല്ല, ശ്രീദേവി. മുഖം കണ്ടാലും പറയും ശ്രീദേവി തന്നെയാണെന്ന്. പക്ഷെ എന്തോ നിഗൂഢതകൾ ഉള്ളിലുണ്ട്. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ബ്രൊമോണിക്ക സൽമോണിക്ക ബ്രിഞ്ചോ എന്ന് പറയും. എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ഡോക്ടർമാർ എഴുതുന്നത് പോലെ മനസ്സിലാവാറുണ്ടോ? ഇല്ല. പിന്നെ പറയുന്നത് മാത്രം മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? ഓഹോ, അപ്പോൾ ചിരിക്കാനും അറിയാം. ഭ്രാന്തിന് ചികിത്സയൊക്കെ ഉണ്ടോ? പിന്നെ പ്രാന്തന് ചികിത്സയില്ലാതെ? അതല്ല ചോദിച്ചത്, ഈ ഭ്രാന്തന് വേറെ ചികിത്സയുണ്ടോന്ന്. ആഹാ, അമ്പടി കള്ളി, നീ ആള് കൊള്ളാലോ. ഒരു സത്യം പറയാലോ, ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇടനെഞ്ചിൽ നിന്നൊരു കിളി പറയുന്നത് പോലെ തോന്നി. ആണോ? സത്യം? സത്യം. പലവട്ടം ഞാൻ ആലോചിച്ചു നോക്കി. ഒടുവിൽ എന്റെ മനസ്സ് പറഞ്ഞു, നീ എന്റെ പെണ്ണ് തന്നെയാണ്. ഇത് കണ്ടോ, ആ നർത്തകി നാഗവല്ലിയുടെ ചിലകിയ. ഇതിന് 100 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇതിനോ കൂടിപ്പോയതിന് ഒരു 50 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. 100 ഉണ്ട് സണ്ണി. 50 ഉള്ളൂ. 100 ഉണ്ട്. 50 ഉള്ളൂ. എന്റെ കയ്യിൽ 100 ഉണ്ട്. എന്തിന്? നിങ്ങൾ വെള്ളം അടിക്കാൻ ഷെയർ ഇടവല്ലേ? ഒന്ന് കയറി പോകുന്നുണ്ടോ?
ശരി 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 ഇത് 100 ഉണ്ട് ഞങ്ങൾ പോയിക്കോ. എന്താ അവിടെ? ഇല്ല സണ്ണി, വെറുതെ ഇങ്ങനെ ഗ്ലാസ് ടാങ്ക് പൊട്ടിപ്പോയി. നീ ഇവിടെ വന്നിട്ട് 3 നേരം ശാപ്പാട് അടിക്കുന്നല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല സണ്ണി. എന്താ സണ്ണി ഇങ്ങനെ? നീ മാറി, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാടി. എന്നെ വിട്, എന്നെ വിട്. എന്റെ മകളെ വിടാൻ. മാടമ്പള്ളിയിൽ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന നാഗവലിയുടെ ആത്മാവ് കുടിയിരിക്കുന്നത് ഇവളുടെ ദേഹത്താണ്. ഇവളെ ഞാൻ പൂട്ടിയിടാൻ പോവുകയാണ്. അയ്യോ, എന്നെ പൂട്ടിയിടല്ലേ, പൂട്ടിയിടല്ലേ, എനിക്ക് പേടിയാ. പേടിക്കണ്ട, ഓടലേക്ക് ഞാനും വരുത്തില്ലയോ. ഇങ്ങോട്ട് വരാൻ കേരളീയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാടമ്പള്ളിയിൽ നിങ്ങളെ അകറ്റുന്ന ആ നാഗവല്ലി കുടികൊള്ളുന്നത് ശ്രീദേവിയുടെ ശരീരത്തല്ല, പിന്നെ നിന്റെ ഭാര്യ ഗംഗയുടെ ശരീരത്ത്. നീ എന്ത് പറഞ്ഞാ? അതെ, അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ശ്രീദേവിയെ പിടിച്ച് പൂട്ടിയിട്ടത്. അല്ലാതെ ഓട് കൂടെ ചേർത്ത് പോകാനല്ല. അതൊന്നും അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ശ്രീദേവിയെ പിടിച്ച് പൂട്ടിയിട്ടത്. മാത്രമല്ല, ഗംഗയിലെ മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. എനിക്കുറപ്പാ, പൂർണ്ണമായും ഗംഗ തന്നെയാണ് നാഗവല്ലി. സണ്ണി ഒച്ച വെക്കരുത്, സത്യമാ പറഞ്ഞത്. സണ്ണി, ഇനി ഞാൻ എന്ത് ചെയ്യൂടാ? അമ്പലത്തിലൊരു നേർച്ചയ്ക്കായി ഒരു 100 പാലും പറഞ്ഞാലോ? വേണ്ട, അതിനുള്ള പൈസയൊക്കെ നിന്നിലുണ്ടോ? 50 കെട്ട ചായ പോലെ. ഇല്ല, എന്റെ ഗംഗയെ പരീക്ഷിക്കാൻ നിനക്ക് ഞാൻ വിട്ടു തരത്തില്ല. ലോകത്തിന്റെ എവിടെ ഏത് കോണി കൊണ്ടുപോയാലും ഞാൻ അവളെ നന്നാക്കി എടുക്കും. നന്നാക്കി എടുക്കാൻ അവളെന്താണ് 2 വീലറോ? നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോ. ഏത് ഡോക്ടറും ചെയ്യാവുന്നതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ലോകത്തിൽ ഇന്ന് വരെ ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിക്കാത്ത വഴികളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി സഞ്ചരിച്ചെന്നിരിക്കും. എന്റെ നാഗുലിന് വേണ്ടി, എന്റെ ഗംഗയ്ക്ക് വേണ്ടി. വേണ്ട, ഇനി ആരും ഒന്നും ചെയ്യണ്ട. ഞാൻ മേൽപ്പാടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ താൻ നോക്കണ്ട, മേൽപ്പാടൻ നോക്കിക്കോളും. അവരിതാ എത്തി. ഇനി ഈ മേൽപ്പാടന് ഞാൻ ശാപ്പാട് കൊടുക്കണമല്ലോ. എന്താ അസംബന്ധമാണ് നിങ്ങളെ കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ തെക്കന് തുറക്കരുതെന്ന്. ഈ വയസ്സാം കാലത്തിന് ഞാനാണ് ബാധയെ ബന്ധിച്ചെന്നറിഞ്ഞ നാഗവല്ലി എന്റെ പുറകെ കൂടുമെന്ന് എന്റെ പേടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഇതിനൊരു പ്രതിവിധിയില്ല, പ്രതിവിധിയില്ല. ഇങ്ങനൊരു പ്രതിവിധി ഇല്ലെന്ന്. നീ 1000 മടക്കി കൈ പിടിപ്പിച്ച പുള്ളി ഓക്കെ ആയിക്കോളൂ. തിരുമേനി ഇത് വെച്ച്. പ്രതിവിധിയുണ്ട്, പ്രതിവിധിയുണ്ട്, പ്രതിവിധിയോട് പ്രതിവിധി. ഞാനൊന്ന് കടിച്ചു നോക്കട്ടെ. എവിടെയോ കണ്ടു മറന്നതുപോലെ. തിരുമേനി മറന്നു. സോമനാഥൻ വൈദ്യരുടെ കൊച്ചിന് അരിഞ്ഞാണം കെട്ടിന് നേരെ വിളിക്കാൻ വന്നപ്പോ നമ്മൾ കണ്ടിരുന്നു. വീടിന്റെ ബാക്കിലിരുന്ന് എന്റെ കൂടെ 2 മേശിയിട്ടാ തിരുമേനി അന്ന് പോയത്. ഒരു ഫുള്ളിനൊരു നെല്ലിക്ക ടച്ചിങ്. 1 ലിറ്റർ കാട്ടളന്ന് വെള്ളം പോലും ഒഴിക്കാതെ കുടിച്ചു മരിച്ച മാധവൻ സാർ ഓർമ്മയില്ലേ? ഇതൊക്കെ പ്രൊഫസറാണ്. വൈദ്യശാസ്ത്രത്തിലുള്ള 2 അബദ്ധങ്ങൾ ഇവന്റെ പേരിലാണ്. പ്രബന്ധങ്ങൾ. ഇവരിവിടെ ഉള്ളപ്പോ എന്റെ ആവശ്യം എന്തിനാ? വേണം, തിരുമേനിയുടെ സഹായം കൂടെ എനിക്ക് കൂടിയേ തീരൂ. ആണോ? ഈ പറയുന്ന പ്രതികാരദാഹിയായ നാഗവല്ലിയുടെ കഥയെ കുറിച്ച് തിരുമേനിക്ക് അറിയാലോ? എനിക്കെന്നല്ല, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്താ നിന്റെ തീരുമാനം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് തിരുമേനി എന്റെ തീരുമാനങ്ങൾ. എന്റെ കൂടെ നിൽക്കണം. കൊള്ളാം, ഈ ഒരു കാര്യം ചെയ്യും. രാമനാഥനെ വിളിക്കുക. രാമനാഥനെയൊക്കെ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നാണ് ഗംഗ പൂർണ്ണമായി നാഗവല്ലിയായി മാറുന്ന ദിവസം.
നിങ്ങളെ പരിപാടിയുടെ സംവിധായകനെ വിളി. എന്താ അനിയന്മാരെ? അല്ല അണ്ണൻ എന്താണ് ഉദ്ദേശിച്ചത്? നാടകമാണോ അതോ സിനിമയോ? അല്ല, ഈ നാടകവും സിനിമയും കൂടി മിക്സ് ചെയ്ത ഒരു പുതിയ കലാരൂപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാ. ഒരു പരീക്ഷണം. അണ്ണാ, അണ്ണൻ ഈ നാട്ടുകാരനായതുകൊണ്ടാ ഞങ്ങൾ ഒന്നും ചെയ്യാറുള്ളത്. അല്ല അവന്റെ പരീക്ഷണമൊക്കെ കൊള്ളാം, പക്ഷെ ഇതും കൊണ്ട് വേറെ കൊണ്ടും പോവല്ലേ? അതുകൊണ്ടല്ലേ അനിയ സ്വന്തം നാട്ടിൽ പരീക്ഷിച്ച് നോക്കുന്നത്. ഇതിവിടെ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു 5 പൈസ പോലും മേടിക്കാതെയാണ് ഞാനിത് ഇവിടെ അവതരിപ്പിച്ചത്. അണ്ണന് അത്രയും ധൈര്യം ഉണ്ടാവും. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ തളരില്ല. കലാകാരനെ സംബന്ധിച്ച് എന്നും പുതുമകൾ തേടുന്നവരാണ് യഥാർത്ഥ കലാകാരൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കലാസൃഷ്ടിക്ക് ഒരു വിജയം കാണും. അതാണ് എന്റെ കോൺഫിഡൻസ്. അണ്ണാ, അണ്ണന്റെ ഈ കോൺഫിഡൻസിന് ഞങ്ങളുടെ ക്ലബിന്റെ വക നല്ലൊരു കൈയടി. താങ്ക്സ്.